ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ കാലത്തിന് ശേഷം ഞാൻ പിന്നെ തിരിച്ച് വന്നിരിക്കുകയാണ്. എന്താണ് ശക്തിയോടെ എന്ന് പറയല്ല, പൂർവാധികം ആ സാധനം കൊണ്ട് പൂർവാധിക ശക്തിയാണ്. അപ്പോൾ എന്തായാലും ഇത് സാധാരണ ഞാനെല്ലാം വീക്കെൻഡിലാണ് വ്ളോഗ് എടുക്കുക, സാറ്റർഡേ സൺഡേ അങ്ങനെ. ഇതിപ്പോൾ മൺഡേ ആണ്, ഏറ്റവും പൊട്ട ദിവസം മൺഡേ, മടി പിടിച്ച ദിവസം. അതെ, എന്നാലും രാവിലെ നീറ്റ് റെഡി ആയിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്പൊ ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വീക്ക് ഇൻ മൈ ലൈഫാണ്. ഓക്കെ, എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, കയോട്ടിക് ബിസി വീക്കായിരിക്കും. കാരണം ഞങ്ങളുടെ കോളേജിൽ ടെക് ഫെസ്റ്റ് നടക്കുകയാണ്, പ്ലസ് ആർട്സ്. അപ്പോൾ 13, 14, 15 ഇവിടെ ഫുൾ പരിപാടിയാണ്. ഇന്നിപ്പോൾ ഇന്ന് എത്രാം തീയതി? 10th. അപ്പോൾ ഇന്ന് ഒരു ഫ്ലാഷ് മോബ് ഉണ്ട്. നാളെ പിന്നെ ലോഗോ ലോഞ്ചും ഫ്ലാഷ് മോബൊക്കെ ഇന്നാണ്. പിന്നെ നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ആക്ച്വലി ഒരു ഹോസ്റ്റൽ ഡേ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ബാക്കി പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല. ഉണ്ടാവും നമുക്കറിയില്ല. പിന്നെ അപ്പോൾ ട്യൂസ്ഡേ ആൻഡ് വെഡ്നെസ്ഡേ ഫുൾ നമ്മൾ ഈ പരിപാടിയുടെ പ്ലാനിങ്ങും പ്രിപ്പറേഷൻസൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഈ വീക്കത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. എനിവേസ്, ഇന്ന് നമുക്ക് എന്തായാലും കോളേജിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടോയെന്ന് പറഞ്ഞു ഇല്ലല്ലോ. ഹായ്, ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് വെറുതിരിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ വിളിച്ചു. ഇനി പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല, ബിക്കോസ് ഇവിടെ ഫുൾ പരിപാടീസ് ആൻഡ് എവരിബഡി ഈസ് ബിസി, യു നോ. 24 മണിക്കൂറും ഇൻസ്റ്റയിൽ തോണ്ടി അതിൽ ജീവിതം തീർക്കുന്ന ഒരാളാണിത്. ഐ പ്രസന്റ് യു അലീഷ. എത്ര ഞാൻ ഉപദേശിക്കുക കുട്ടീനെ. അപ്പോൾ അവൾ വാട്സപ്പ് എടുത്ത് ഞങ്ങൾ യൂട്യൂബ് ഷോർട്സ് കാണും. പക്ഷെ കുറച്ച് നേരം ഫോൺ എടുത്ത് വെച്ചു. കണ്ടൻസ് ഒന്നുമില്ല. എനിക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട്, ചെല്ലാത്തത് കൊണ്ട് ഞാൻ അവളെ കുറ്റം പറയണമെന്നാണ് അലീഷ പറയണം. ബട്ട് അങ്ങനെയല്ല. എൻ്റെ കണ്ണാടിയാണ് കഴിച്ച്, ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിച്ച കണ്ണാടി. ഇതില്ലാണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഇതും എൻ്റെ കർച്ചീഫും. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ കർച്ചീഫ് എടുക്കാൻ മറന്നുപോയി. സോ അലീഷനെ ടിഷ്യൂ തന്ന് സഹായിച്ചു, കാരണം ഞാനൊരു അലർജി പേഷ്യൻ്റ് ആണല്ലോ. സോ കെവിൻ ആയിരുന്നു ഗൈസ്. എനിവേസ്, I welcome you all to my boring life. Okay. അക്കൗണ്ടന്റ് ആദിത്യ. ആദിത്യ എന്താ ചെയ്യണേ? ഇതൊക്കെ എന്താ? പൈസ കാൽക്കുലേറ്റ് ചെയ്യുക. ഓ, വലിയ പുള്ളികൾ. 30,000-30,000 മുകളിലുണ്ട്. എത്ര നോക്കട്ടെ ബാലൻസ്? 32,000. 34. ഓഹ്, എത്ര ഒരാഴ്ചക്കല്ലേ? അതെ, 650. ഓ മൈ ഗോഡ്. അനന്ത് നമുക്ക് ഫണ്ട് സ്പോൺസർ ചെയ്യുന്നതാണ് പറയണത്. സൺഡേ എത്രയാണ്? സൺഡേ എത്ര ഇടും? ഒരു ചേട്ടനായി ഞങ്ങക്ക് മുന്നിൽ നിന്നെല്ലാം നടത്തിട്ട്
അത് പോരാ, അതില് 2 പൂജ്യം വേണം. ശരിയാ. 2000 രൂപ ചെലവുണ്ട്. അപ്പൊ ഇനി ഇതിനകത്ത് സാധനം വരും. അങ്ങനെ ടോട്ടൽ 4000 രൂപ ചെലവുണ്ട്. പിന്നെ വണ്ടി ചെലവ്, അതെ അതെ. പിന്നെ 2000 നീ ഇടേണ്ടി വരും. പിന്നെ 2 നമുക്ക്. എങ്ങനെ ശ്രീഷ്മ? അതിന് നമ്മൾ ഇതിനുള്ള ലാഭത്തിന്റെ 50% 1% ഡിസ്കഷൻ ഇസ് ഗോയിങ് ഓൺ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സൈലന്റ് പോലെ എനിക്ക് നാണക്കേടാവും വർത്താനം പറയാൻ. ഗൈസ്, നമ്മളെല്ലാരും ഇവിടെ പ്ലാനിങ്ങിലാണ്. എന്തിന്റെ പ്ലാനിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഫുഡ് സ്റ്റോൾ സെറ്റപ്പ് ചെയ്യണല്ലേ. എക്സ്ട്രാ പൈസ അപ്പൊ അതിന്റെ പ്ലാനിങ് ആണ്. കപ്പയാണോ സംശയം? കാരണം കപ്പയുടെ ഐറ്റംസ് ഇവിടെ ഇല്ല. ബാക്കി ഞങ്ങൾ ഡീറ്റെയിൽസ് സെറ്റ് ആക്കിയിട്ട് പറയാം, കാണിക്കാം. എന്താ അണിഞ്ഞൊരുങ്ങി നോക്കട്ടെ, ടീഷർട്ട് കാണിച്ചേ. എസ് എന്ന് പറഞ്ഞിട്ട് ടീംസ് ആണ്. ഇതാണ് നമ്മളെ സോറി ബ്രോ, കാണില്ല ഗൈസ്. തിരി എന്തിനാ റെഡി ആയിട്ടുള്ള? ഞാൻ അത്ര വീതി ഇല്ലാത്തതുകൊണ്ടാണ്. വീതി എന്താ റോഡോ വീതിയൊക്കെ പറ. എന്താ റെഡി ആയിട്ടുള്ള? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടണല്ലോ. നമ്മളെ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളെ വലിയ ഫ്ലാഷ് മോബ് ഉണ്ട്. ഇത്ര വലിയ അല്ലേ? അല്ല, പൊതുവെ സൗണ്ട് പറഞ്ഞു. നമ്മളെ ഫ്ലാഷ് കണ്ണൂർ ഉണ്ട്. അപ്പൊ നമ്മളെ ലോഗോ ലോഞ്ച് ആണ്. അപ്പൊ നമുക്ക് ഒരു ഫ്ലാഷ് മോബ് നടത്തണ്ടേ? പിന്നെ ഹേ ഗൈസ്, അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ലോഗോ ലോഞ്ചിന് വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഫ്ലാഷ് മോബ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വിചാരിക്കുന്നു. എവിടെ ആദിത്യം? ഞാനിതായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ നമ്മുടെ പരിപാടിയുടെ ലോഗോ ഇതാണ്, സെറിബ്രോ. അപ്പൊ ഇതിന്റെ ലോഞ്ച് ഒക്കെ ഉണ്ട്. എന്തായാലും ഒഫീഷ്യലി നമുക്ക് അതൊക്കെ പോയി കണ്ടിട്ട് വരാം. എന്റെ വാല്യം മിട്ടായിണ്ട് ഗൈസ്, അതെനിക്ക്. ഇപ്പൊ നമ്മ അങ്ങോട്ട് പോവേന്ന്, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ബറാം സോറി. അപ്പത്തെ കുട്ടികളുടെ ഓരോ പ്രാന്തോളി എന്താ ഒരു കാട്ടുണ്ടെന്ന് പറയുമ്പോ അതാ പൊരി വേലിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. 10 മിനിറ്റ് കണ്ണിന്നൊക്കെ വെള്ളം വരുന്നൊക്കെ. ഇത് കുട്ടികളുടെ എന്താണ് ഞാൻ എന്ത് നേരത്തെ പറഞ്ഞാൽ തള്ളവൈബ് അടിച്ച് തള്ളവൈബ്. നല്ല വൈബല്ല, മക്കള് പാവം വെയിലത്തിന് കഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞത്. ഹലോ ഗായ്സ്, അവിടുത്തെ പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ കയറാൻ പോവാണ്. എൻ്റെ കാല് നല്ല വേദന ഉണ്ട്. എനിക്ക് വിശാഖിന് നൈറ്റുള്ള പണിയായി. വിശാഖ എനിക്ക് മസാജ് ഒക്കെ ചെയ്തു തരും അല്ലേ വിശാഖ? ആലോചിക്കും ചെയ്തു തരും, പാവ. എന്തായാലും
ആരൊക്കെയോ ചവിട്ടും കുത്തും എന്തൊക്കെ അവിടെ സംഭവിച്ചത് എനിക്കറിയില്ല. ഒരു എത്ര മണിക്കൂർ, ഒരു 2 മണി തൊട്ട് 5 മണി വരെ നിന്ന് തുള്ളലായിരുന്നു കാര്യം. കുറേ കാലം ദേഹം ഇളകാണ്ട് ഇപ്പം ഇളകിയപ്പോൾ താങ്ങണില്ല. എന്താ ചെയ്യുക, വയസ്സായി തുടങ്ങി. ഓക്കെ ബൈ, ഞാൻ പോയിട്ടേ നാരങ്ങളും കുടിച്ചു. എന്നാലും ചായം കൂടി അകത്താക്കട്ടെ. നോക്കട്ടെ. ബൈ ബൈ ഗായ്സ്. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഹോസ്റ്റലിലെത്തി. ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ചിക്കൻ റോളായിരുന്നു. എന്തോ ബാക്കി ഇന്ന് എനിക്ക് കിട്ടിയ ചിക്കൻ റോൾ അത്യാവശ്യം ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് അലക്കിയിട്ട് യൂണിഫോമൊക്കെ ഫുൾ വേർത്ത് ഇതായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എന്താ പറയുക അർമാദത്തിൽ. അപ്പം എന്നാലും അതൊക്കെ ഒന്ന് അലക്കിയിട്ട് കുറച്ച് നേരം കടന്നുറങ്ങി എണീറ്റ് കുടിച്ച് വൈകുന്നേരത്തെ ഫുഡ് നൈറ്റിലെ ഫുഡ് കഴിച്ച് അപ്പോൾ എല്ലാവരും താഴെ പോയിരിക്കുകയാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ ടെക് ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഓരോ റൂംസും ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. താഴെ കുറച്ച് അങ്ങോട്ട് പോകണം. ഞാനിപ്പോൾ കറൻ്റ് ഇവിടെ മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യൂസ് മുന്തിരി. ഇതിൻ്റെ പേര് ഇതാ ഞാനിപ്പോഴാണ് കണ്ടുപിടിച്ചത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ? അതിൻ്റെ കുരുവില്ലാത്ത മുന്തിരി എനിക്കത് ഭയങ്കര ഇഷ്ടം, നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം പ്രത്യേകിച്ചില്ല. ഇപ്പോൾ താഴെ പോയിട്ട് ജസ്റ്റ് അവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് എന്താ നടക്കണമെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കടന്നുറങ്ങും. അമ്മേനൊക്കെ വിളിച്ച് വെച്ചു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ് ഫോർ ടുഡേ. ഗുഡ് മോർണിംഗ്. ഗോപി സേ ഹായ്. ഗൈസ്, ഇന്നലത്തെ പോലെയല്ല ഇന്ന്. നമ്മളെല്ലാവരും നേരം വൈകി നീറ്റ് എല്ലാം വൈകി ഒരു ഓട്ടത്തിലാണ്. 9 മണി കഴിഞ്ഞു. ഞങ്ങളെ ചിലപ്പോൾ പുറത്താക്കും, സെക്യൂരിറ്റി പുറത്താക്കും. എന്നാലും നമുക്ക് പോയിട്ട് നോക്കാം. എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ അല്ലേ? അതെ. ഓക്കെ. കറൻ്റ്ലി നമ്മുടെ പ്ലാൻ ഇവിടെ സെറ്റപ്പ് ആക്കാം എന്നാണ്. ഇതാകുമ്പോൾ എൻട്രൻസുമാണ്. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും തൽക്കാലമൊക്കെ ഇവിടെയൊക്കെ ഇരിക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. നമ്മുടെ ഫുഡ് സ്റ്റോളിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ. റൈസ സെറ്റല്ലേ? ഇവിടെ ഇടാം. ഓക്കെ. ആ പ്ലേസ്മെന്റ് ഓഫീസർ നിൽക്കണണ്ട. ആ ബ്രൗൺ സാധനം നമുക്ക് തരും. പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഐറ്റംസ്? എന്താണ് എനിക്കറിയാത്ത കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. മാംഗോ, പൈനാപ്പിൾ, ഗുവ, പിന്നെ വേറെ എന്തോ ഒരു സ്റ്റാർ ഫ്രൂട്ട്. മനസ്സിലാവുന്നുണ്ട്. അതുണ്ട്. പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ട് നന്നായി സർബത്ത്, മോഹത്ത് സർബത്ത്, കുലുക്കി, ഓവേശി. കുലുക്കും വീട്ടിൽ പോയി പാക്കേജ് ഒരടി വരും. അതാണ് നമ്മളൊരു മോട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ ഡെസേർട്ട് എന്ന് പറയുന്നത് ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം, കേസരി, സ്നാക്സ്, പാനിപ്പൂരി, മോമോസ്, ലേസ്, ചാട്ട്, കട്ട്ലറ്റ്. ഓക്കെ. പിന്നെ കുറച്ച് വടയും ചായ. പരിപാടി സെറ്റ്. ഈ എന്താ ഇരിക്കണം ഇവിടെ? ജനറൽ മറ്റേ മെയിനാന്ന് പറഞ്ഞിരിക്കുക. വീഡിയോ കണ്ട പോരാ ഐറ്റം. വൈറലാവേ പപ്പിത. ടീച്ചേഴ്സൊക്കെ കാണും. ഇത് ടീച്ചേഴ്സ് കണ്ട പറഞ്ഞെടുക്കണം. പപ്പിത ഒരു പണിയില്ലാണ്ട് ഇവിടെ സമൂസ ഇല്ലാത്തതൊക്കെ ഉച്ചക്ക് തിന്നാൻ പോവാണ്. ഇവള് തേക്കണില്ല, അവൾക്ക് നോമ്പ. ഞങ്ങള് അമ്മ ഇപ്പം മാങ്ങ പറിക്കാൻ പോയിക്കൊണ്ട് ഇവിടെ ബോയ്സ് ഹോസ്റ്റലിന്റെ മുമ്പിലാണ് അമ്മ മാങ്ങ പറിക്കാൻ പോകുന്നത്. എന്തിന് ഉപ്പിലിടാം നാളേക്ക് മാറ്റം. നമ്മളെ ടെക് ഫെസ്റ്റിന്റെ പൈസ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ലാഭിക്കും. ഇപ്പൊ ഞാൻ മാങ്ങ വെച്ചത്. ആരാത്? Guys, ചേട്ടൻ is helping us to get some മാങ്ങ, pluck some മാങ്ങ. അതാണ് പെട്ടി. ഇതല്ല വലുത്. എത്ര?
5:20 തൊട്ട് 7:30 വരെ ഡെഡിക്കേഷൻ ലെവൽ 100%. ഈ സാധനം പിന്നെ എന്തുകൊണ്ടാക്കാൻ വെച്ചിരിക്കുകയാണ് ഇത് വലുത് പൊട്ടിക്കടാ. അതന്നെ ഞങ്ങൾ മാങ്ങ പൊട്ടിച്ച് പ്രതീക്ഷിച്ചതിലും അപ്പുറം മാങ്ങ ഞങ്ങക്ക് കിട്ടിയില്ല അഞ്ജലി. യെസ്. ഇനി ഞങ്ങൾ ഇവിടെ പോയിട്ട് കുറച്ച് മുളകും വിനാഗിരിയൊക്കെ വാങ്ങാൻ പോകാം ഉപ്പിലിടാൻ. എന്തായാലും പ്ലാൻ എല്ലാം സക്സസ് ആയി ഇങ്ങനെ വരുന്നു. ബാക്കി നമുക്ക് മറ്റന്നാൾ കാണാം. എന്തായാലും പോയി വാങ്ങിച്ചിട്ട് പട്ടി ഞങ്ങൾ ഓടിക്കുകയാണ്. പാവ റേസിൽ എല്ലാവർക്കും കൊറേ ചീത്ത കേട്ടു ഗായ്. ഞാൻ അടുത്ത ദിവസം വന്ന് മേടിച്ചോണ്ട് പാവം കുട്ടി. എനിക്കാണെങ്കിൽ ഇന്ന് ഫുൾ ആർട്സിന്റെ എന്താ പറയാ ഫുഡ് സ്റ്റാളിന്റെ ടെൻഷനും കാര്യങ്ങളും. അതിന്റെ ഇടയിൽ ഞാൻ പീരിയഡ്സ് ആയി. അപ്പൊ എല്ലാ ദേശീയ റേസിയുടെ മേത്തായിരുന്നു. പാവം കുട്ടിക്ക് പാവം. പക്ഷെ എന്നാലും അവിടെ മനസ്സിലാക്കി നിന്നു ഗൈസ്. എന്നാലും അവള് ചെയ്ത പൊട്ടത്തരയില് വേറെ ഉണ്ട്. അത് വേറെ കഥ. ഇനി ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പിലിടാനുള്ള പരിപാടി ചെയ്യട്ടെ. സമയം ഇപ്പൊ എത്രയെന്നറിയോ? എത്രയടി? 10 മണി. ഇനി ഇതൊക്കെ എപ്പ തീർത്ത് എന്തൊക്കെ ചെയ്യാനാണോ? ഇവിടെ വേറെ ചില ആൾക്കാരുണ്ട് ഞാൻ പോവും പറഞ്ഞിട്ട് എന്നും പെട്ടി പാക്കിങ്. നൊണ പറഞ്ഞ പോവാണ് അലീഷ ഗായ്സ്. നൊണ. രോഹിണി മിസ് ഇതൊക്കെ കാണണം. അലീഷ പാവാന്നാണ് ഇത്ര വിചാരം. അലീഷ അല്ലേ ഒരു ദിവസത്തെ ലീവ് പറഞ്ഞിട്ട് ടെക് ഫെസ്റ്റ് ഫുൾ അറ്റൻഡ് ചെയ്യാണ്ട് വീട്ടിൽ പോകാനുള്ള പ്ലാൻ. എന്നിട്ട് അവള് ഇനി പോയി സൺഡേ ആണ് 16-ാം തീയതി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇനി ഇപ്പൊ പോയാൽ വിഷുവിനെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവള് അത് തള്ളിക്കളഞ്ഞു. ഇല്ല ഞാൻ പിന്നെ പോവും, ഇന്നും പോകുന്നൊക്കെ വാശി. പോവോ അലീഷ? ഞാൻ എന്തായാലും പോകും. ഇത് അലീഷയുടെ സ്വന്തം സ്ലോഗനാണ്. ഞാൻ പോവും. ഇവിടെ എല്ലാരും ലീവ് പോയി വരുമ്പോഴേക്കും ഇവിടെ അടുത്ത ലീവിനുള്ള കലണ്ടർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി എന്ന് പോവാം, ഇനി എന്നാ ലീവ് വന്ന അന്ന് കേട്ടോ. വന്ന 1 മണിക്കൂർ പോലും ആയിട്ടുണ്ടാവില്ല, 5 മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മളാരും ഇവിടുന്ന് പോവാൻ നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് റൈസ ഭയങ്കര സങ്കടം. അസൂയ റൈസ പോവല്ലേ. റൈസ പാടും പാട്ട്. അവക്ക് പോ എന്താ സന്തോഷം. നമ്മളിവിടെ ഫുഡ് സ്റ്റാൾ ആ സ്റ്റാൾ ഈ സ്റ്റാൾ പറഞ്ഞാൽ കഷ്ടപ്പെടാം. കണ്ട ഐ റോൾ ചെയ്യണം. ഐ റോൾ ചെയ്യണം. നോക്കി നിക്കണ നീക്ക്. ഇത് കാണുമ്പോ ഓർക്കും നീ ഒറ്റയ്ക്കാണ് ഈ പരിപാടി ചെയ്യുന്നത്. അല്ല വിശാഖയുണ്ട്. വിശാഖ മാത്രമല്ലേ തലേകുത്തി ഇവിടെ വരും. ഇതന്നെ അത് ചെറിയ പീസ് ഇങ്ങനെ ആക്കിക്കോ. കുറച്ച് കട്ടി വേണോടി. നല്ല കഴിക്കണവർക്ക് എന്തെങ്കിലും അത്ര സ്ലൈസ് ആക്കല്ലേ. ഇത് 2 ആക്കുന്നുള്ളൂ. ഞാൻ ഉപ്പേരിക്കറിയണ പോലെ അടി കിട്ടും. ശ്രദ്ധിക്ക. ഹൗസ് ഇറ്റ് വിശാഖ? ഞാൻ ഉണ്ടാക്കേണ്ട. ഓ സോ യമ്മിയാ. നാളെ എല്ലാവർക്കും കോളേജിൽ പോണേ. എന്തപ്പത് ഒറ്റടിക്കും. വേണ്ടടി. വേണ്ട പേടിച്ച് ഹായ് ക്ലിഷോ. Hey guys, welcome to day 3. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വില്ലേജ് കുക്കിംഗ്. ഇന്ന് നമ്മള് പൊരിക്കാൻ പോവാ. എന്ത് ഗുലാബ് ജാമുൻ. നമ്മളിപ്പോ ആരെ കാണാൻ പോവാണ്? ആരെ കാണാനല്ല, നമ്മള് മെക്കിന്റെ HOD നമ്മള് ഫുഡ് സ്റ്റോൾ ഇടാൻ പോവാണ്. ഇന്ന് day 3 ആണ്. ഓഫ് കോഴ്സ് അതൊക്കെ പറയാം. സെലിബ്രേഷൻ സ്റ്റാർട്ട് പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ ഞങ്ങൾ ഇനി പോയിട്ട്
പെർമിഷൻ എന്തിനാ പെർമിഷൻ? ഫോർ ഫുഡ് സ്റ്റോൾ. അപ്പോൾ നമുക്ക് അതിനൊരു സ്ഥലം ഫിക്സ് ആക്കണം. അപ്പോൾ അതിന് പെർമിഷൻ വാങ്ങിച്ചിട്ട് നമ്മൾ പോയി സെറ്റ് ആക്കിയിട്ട് വരാം. ബാക്കി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ല സുഷ്മ? പിന്നെ ശ്രീഷ്മ കൂടെ ഉള്ളവിടെ തെറ്റുണ്ടോന്ന് പേടി. ആട്ടു തരുമോന്നൊന്നും പറയാൻ പറ്റും. തരും, പിന്നെ ആയിട്ടൊന്നുമില്ല. സക്സസ് ആക്കൂല്ല സക്സസ്. അങ്ങനെ നമുക്ക് എല്ലാവരുടെയും പെർമിഷൻ കിട്ടി. ആരുടെയൊക്കെ ആദിത്യ? ഇലക്ട്രിക്കലില് രതീഷ് സാറിന്റെ പെർമിഷൻ കിട്ടി. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനില് ഷൈജു സാറിന്റെ പെർമിഷൻ കിട്ടി. പ്രിൻസിപ്പലിന്റെ പെർമിഷൻ കിട്ടി. MCA ഡിപ്പാർട്ട്മെന്റിന്റെ HODയുടെ അങ്ങനെ എല്ലാം റെഡി ആയി ഗൈസ്. അങ്ങനെ ഗേൾസ് പവർ നമ്മൾ ഒറ്റയ്ക്ക് ഡെസ്ക് വെയിറ്റ് ഉള്ള ഇരുമ്പിന്റെ ഡെസ്ക് വൈകിട്ട് പുറത്തേക്ക്. ഇത് വൈറ്റില്ല കേട്ടോ. നമുക്ക് അഞ്ജലിന്റെ വീട്ടിലേക്ക് പോയിട്ട് വരാം. പറയൂ. നമുക്ക് അഞ്ജലിന്റെ വീട്ടിലേക്ക് പോകാൻ. ഓക്കെ. ആദിത്യ നമ്മ അഞ്ജലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. അഞ്ജലിയുടെ വീടെത്തി. എന്തിനാന്ന് വെച്ചാൽ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനാണ്. സമയം ഇപ്പൊ നമ്മ ഇന്ന് തകർക്കും. 5:05 ആയി. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി ഹോസ്റ്റലിൽ 7:30 ആകുമ്പോഴേക്ക് കയറണം. ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. സെറ്റായില്ലേ? സെറ്റ് ആയിരിക്കാണ്. പക്ഷെ ഒന്നും കൂടി കുഴ വരണം. വരും. എന്താ അമ്മ എനിക്ക് കുഴക്കാറില്ല. അമ്മ കാണിച്ച്. അമ്മ ഇങ്ങനെയാണ് കുഴക്കുക. എനിക്ക് കുഴക്കാനാണ്. അറിയില്ല. അമ്മ പറഞ്ഞ ശരിയാണ്. ആണോ വിശാഖ? അങ്ങനെ പറയാം. എനിക്കറിയാം കൊടുക്കാനി. വായത്തോട്ടോ. വായ പൊട്ടും. നെഗറ്റീവ് എനർജീസ് വായ അടക്കുക. ഇത് വീഡിയോയില് വരാൻ വേണ്ടിട്ടാണ്. ഇങ്ങനെ അറിഞ്ഞാ പോരെ? നീളത്തിലാണ്. അത് നമുക്കറിയാം. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അഞ്ജലിക്ക് ഒന്നും അറിയില്ല. അല്ല അമ്മയെ കഷ്ടപ്പെടുത്താണ്. അതന്നെ. അമ്മ ഇപ്പൊ വന്ന് കേറിയതേ ഇല്ലല്ലോ. വൈകുന്നേരം അവള് ചെയ്യും. അത് മാത്രം അറിയാം. ക്ലീനിങ് ആണ് അഞ്ജലി. 100 ഒരു പാക്കറ്റില് 35 എണ്ണാണ്. 2 പാക്കറ്റ് ആണെങ്കിൽ 35. ഒരു എത്ര പാക്കറ്റ് ഉണ്ട് ഇതിനകത്ത്? ഷുഗർ സിറപ്പ് സെറ്റ്. പൈനാപ്പിൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക. കോൺസെൻട്രേഷൻ കളയല്ലേ. നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. സമയം 8 മണി. ആദിത്യ എവിടെ? സമയം രാത്രിയായി. നടക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതെ നമുക്ക് മാറ്റിന്റെ എല്ലാ അവസ്ഥ പോയി കാണാം. കാണില്ല.
ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ അഞ്ജലിയുടെ വീട്ടിൽ നിന്നൊക്കെ എത്തി. മാറ്ററിൻ്റെ കയ്യിൽ നിന്നൊന്നും നമുക്കിന്നൊന്ന് കേൾക്കേണ്ടി വന്നില്ല. എനിക്കറിയില്ല, ആദിത്യം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. ആദിത്യനെയൊക്കെ ഭയങ്കര കാര്യമാണ് മാറ്റർ. സോ അതുകൊണ്ട് നമുക്ക് ചീത്ത കേൾക്കാണ്ട് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നാളത്തേക്കുള്ളത് അരിയാനുണ്ട്, ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ട് ഞങ്ങളുടെ ചാട്ട് ഐറ്റംസിന് അരിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ സെറ്റാക്കാണ്ട്. പിന്നെന്താ ചെയ്യാനുള്ള പൈസ? ഞങ്ങളുടെ കടയ്ക്ക് ഇതൊരു പേരായില്ല, അത് സെറ്റാക്കണം. പിന്നെ രാവിലെ പോയിട്ട് വേണമെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ ഒന്നുകൂടി സെറ്റാക്കി റെഡിയാക്കാൻ. എനിക്കൊന്നും അറിയില്ല എന്ത് ചെയ്യേണ്ടതെന്ന്, അവിടെ തുടങ്ങേണ്ടതെന്ന്. ഞാൻ ഫുൾ കലിപ്പ് മോഡായിരുന്നു ഗൈസ്. കലിപ്പല്ല, എല്ലാം ഏകദേശം ഒരു ഐഡിയ എടുത്ത് വന്ന് കറക്റ്റ് ഒരു വൈകുന്നേരം. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് കുറച്ച് പൈമാര് സാധനം വാങ്ങിക്കാൻ പോകണ്ടായിരുന്നു കെവിനൊക്കെ. അപ്പോൾ ഇവരിത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾക്ക് അഞ്ജലീൻ്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഒന്നാമത് നമ്മുടെ പ്ലാനിങ് കഴിഞ്ഞ് ഇത് വാങ്ങിച്ച് വരാൻ വേണ്ടിയിട്ട് കുറേ വഴുകി. പിന്നെ ഈ കട ഇടേണ്ട കാര്യം ബന്ധപ്പെട്ടിട്ട് നേരത്തെ കണ്ടല്ലോ, പെർമിഷൻ വാങ്ങാൻ നമ്മൾ കുറേ അലഞ്ഞു. ആ കാര്യങ്ങൾ പിന്നെ ബെഞ്ചൊക്കെ പിടിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു സമയമായി. അത് കഴിഞ്ഞ് കറക്റ്റ് ഇവരെത്താൻ നേരത്തേക്ക് നല്ല മഴ. വൈകുന്നേരം ഇത്ര ദിവസം അല്ലാത്ത മഴ ഇന്ന് വൈകുന്നേരം നല്ല മഴ. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞൊക്കെ കൂടി കെട്ടിപ്പെറുക്കി ടീച്ചർ ഞങ്ങളെ കൊണ്ടയാക്കി തിരിച്ച് വന്ന് ഇനിയിപ്പോൾ ബാക്കി പരിപാടി നോക്കണം. അപ്പം എന്താ സംഭവം ഉണ്ടായിച്ചാൽ മഴ പെയ്തു. പിന്നെ നമുക്ക് ഇത് ഞങ്ങളുടെ പ്ലാനിൽ കേസരിയും ഗുലാബ് ജാമുനും ഉണ്ടാക്കണം അവളുടെ വീട്ടിൽ പോയിട്ട്. പക്ഷെ ഇതിനുള്ള ടൈമില്ല. തിരിച്ച് ഹോസ്റ്റലിൽ എത്തണം. സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. മഴ പെയ്തപ്പോഴേക്കും, മഴയാണ് മെയിൻ വിഷയം. കാരണം എനിക്കെന്തോ മഴ ഇഷ്ടമില്ല ഗൈസ്, എന്തൊക്കെ അറിയില്ല. എപ്പോൾ മഴ പെയ്താലും എപ്പോൾ മഴ പെയ്താലും എനിക്കൊരു നെഗറ്റീവ് ന്യൂസാണ് എപ്പോഴും ഉണ്ടാവാറ്. അതുകൊണ്ട് എനിക്കെന്തോ മഴ ഇഷ്ടമല്ല. എന്തോ ഭയങ്കര ഗ്ലൂമി, എനിക്കെന്തോ എൻ്റെ എനർജി പോകും മഴ കണ്ട. അങ്ങനെ എനിക്ക് നല്ല വെയിലുള്ള കാറ്റൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ പറഞ്ഞു വന്നാൽ എന്താ അതും ആയി. പിന്നെ ഡെക്കറേഷൻ അതുവരെ നമുക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് കുറച്ച് ഇവരൊക്കെ വന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ ആക്കിയെന്ന് സെറ്റാക്കുന്നത്. അപ്പോൾ അതും ഇതും പാനിപൂരിയുടെ പൂരി സെറ്റായിട്ടില്ല, ഫ്രീസർ സെറ്റായിട്ടില്ല, പാത്രങ്ങളുടെ എണ്ണം എപ്പോഴും അങ്ങനെ ആദ്യത്തെ ടെൻഷൻ ഫണ്ട് ഒക്കെ ആയിട്ട് എനിക്ക് ഭ്രാന്ത് വന്ന് ഞാൻ അവിടെ കിടന്ന് എന്തൊക്കെയാ പറഞ്ഞു തള്ളട്ടെ എനിക്കറിയില്ല. എൻ്റെ അമ്മ ഇത് കാണുമ്പോൾ കണ്ടു കഴിഞ്ഞ് എനിക്കൊരു ഇത് കഴിഞ്ഞിട്ടൊരു ക്ലാസ് എടുക്കാൻ വരും. എനിക്കറിയാം, എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ അതായിരുന്നു എൻ്റെ അവസ്ഥ. എനിക്കൊരു ഇത് കഴിഞ്ഞാൽ ഞാനൊരു മാതിരി വെഗിള് പിടിച്ച പോലെ കാണിക്കും. എനിക്കറിയില്ല, ടെൻഷനായിട്ടേ. എനിക്കിങ്ങനെ പക്ക പ്ലാൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ. നമുക്ക് എന്താ പറയുക, അത്ര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നീങ്ങണം. എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ കുറച്ച് പാടുപെടും. പിന്നെ എന്താ പറയുക, ടീച്ചേഴ്സിൻ്റെ കാര്യം തന്നെ. ഇപ്പോൾ HOD ആയാലും ബാക്കി എല്ലാ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പലവരെയും ഒക്കെ വിളിക്കേണ്ടി വന്നായിരുന്നു. ഇപ്പോൾ ഈ പെർമിഷൻ നമുക്ക് എവിടെ സ്റ്റോൾ ഇടുന്നുള്ള വിഷയം കാരണം. അപ്പോൾ അതൊക്കെ അവർ നമുക്ക് എന്താ ചെയ്ത് അന്ന് വേണ്ട പോലെ എന്താ വേണ്ടതെന്നൊക്കെ അന്വേഷിച്ച് ഫണ്ടിൻ്റെ കാര്യത്തിലായാലും. അതേപോലെ തന്നെ പിന്നെ രോഹിണി മിസ്, ഇപ്പോൾ മിസ് വീട്ടിലാണ് ലീവായിരുന്നു, എന്നിട്ട് പോലും എല്ലാ കാര്യങ്ങളും വിളിച്ച് സെറ്റായാലും എപ്പോഴും 30 ചോദിച്ചായിരുന്നു എന്തായി, സെറ്റായോ, കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ച്. അതൊക്കെ നമുക്ക് പ്രത്യേകം പറയാൻ കേട്ടോ. കാരണം എല്ലാം ഭയങ്കര ഇതായിരുന്നു നമുക്ക് ടീച്ചേഴ്സ്. സാധാരണ ഇപ്പോൾ അവർക്കിപ്പോൾ എല്ലാം അങ്ങനെ കയറി ഇങ്ങനെ അന്വേഷിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും അവരൊക്കെ നോക്കി നമുക്ക് വേണ്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് ടീച്ചേഴ്സിനോട് പ്രത്യേകം താങ്ക്സ് അല്ലേ, താങ്ക്സ്. അപ്പോൾ പിന്നെ അതന്യ മിസ്സും അതെ വൈകുന്നേരം നമ്മളെ കൊണ്ടാക്കി. ടീച്ചർക്ക് ഇപ്പോൾ വേറെ സൈഡാണ് പോകുന്നുണ്ട്, എന്നിട്ട് പോലും നമ്മളങ്ങോട്ട് ആക്കിയൊക്കെ കൊണ്ടുവന്ന് തന്നു. അതെ. പിന്നെ അഞ്ജലിയുടെ വീട്ടിൽ പോയപ്പോഴും അതെ കേട്ടോ, അവരൊക്കെ ഭയങ്കര സ്നേഹം, നമുക്ക് കുറേ തിന്നാനൊക്കെ തന്ന്. അങ്ങനെയല്ല, അവർ നമുക്ക് പൈനാപ്പിളൊക്കെ ചെത്തി തന്ന് ഭയങ്കര സ്വീറ്റായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് ഓട്ടോ ഒക്കെ സെറ്റാക്കി തന്ന് നല്ല രസമായിരുന്നു. നമുക്ക് ഒരാളുടെ വീട്ടിൽ പോകുമ്പോഴേ നമുക്ക് വീട്ടിൽ പോയൊരു ഫീല്. എന്താ പറയുക, ഇവിടെ കുറേ ദിവസം ഈ മതിൽ കണ്ടിട്ട് ഞാൻ പല വ്ളോഗിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇതിങ്ങനെ കണ്ടിട്ട് പുറത്ത് കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ നല്ല സന്തോഷം. പിന്നെ ബാക്കി ഇതും ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇത് ഞാൻ എന്തായാലും എൻ്റെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. എന്നാണെങ്കിലും നമ്മൾ സെറ്റാക്കും. അത്രേ ഉള്ളൂ. ഇനി നാളെ കാണാം. ഹേ ഗായ്സ്, അങ്ങനെ ഇപ്പോൾ 13th മോർണിംഗ് ആയി. രാവിലെ 7 മണിയാണ് സമയം. അപ്പോൾ അത് കോളേജിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ബാക്കി പിള്ളേരൊക്കെ പോയിട്ടുണ്ട്, അത് ശബ്ദവും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് ഡെക്കറേഷനൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ എല്ലാ ഐറ്റംസും വെച്ച് പാത്രങ്ങളൊക്കെ സെറ്റാക്കി. ഇനിയും കുറച്ചധികം പരിപാടി ഉണ്ട്. എല്ലാം 10 മണി മാക്സ് അപ്പോഴേക്ക് തീർക്കണം. 11 മണിക്ക് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക, സെറിബ്രോ. അപ്പോൾ എന്തായാലും പോട്ടെ. ഓക്കെ. ഒരു പയ്യനായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പുള്ളിയൊക്കെ ചാടി വരുന്നു. ഇതാണ് നമ്മുടെ ഡാർക്ക് റൂം.
സെറ്റ് അല്ലേ? എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്ത്? അതെ, രാവിലെ ചെയ്യാൻ നടക്കാം. ഞങ്ങളുടെ മെനു കാർഡ് ഞാൻ ഫുൾ തിരക്കിലാണ് ഗൈസ്. ഞാൻ മാക്സിമം എല്ലാ ക്ലിപ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. പക്ഷെ നമുക്കിവിടെ സമയം തികയുന്നില്ല ഒന്നിനും. ഗൈസ് നമ്മളെല്ലാം ഇവിടെ വാങ്ങി സെറ്റ് ചെയ്ത് ഇനി എല്ലാം ഉണ്ടാക്കാനാണ്. പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരണം. ബാറേഞ്ചാ ഗായ്സ്, അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി സെറ്റായി. ഇനി ഞങ്ങൾ കുറച്ച് മാങ്ങയും പിന്നെന്താ ഗുലാബ് ജാമുനൊക്കെ ഒന്ന് പോയി വിറ്റ് ലാഭം ഉണ്ടാക്കിയിട്ട് വരും. ലാഭം ഉണ്ടായിട്ടില്ലെങ്കിലും നഷ്ടം ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഗൈസ്, റേസയ്ക്ക് ഈ ഷർട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഉപ്പുമായൊക്കെ എടുത്തോ. കുലുക്കി 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 ഗായ്സ്, കുലുക്കി കുലുക്കി. MCA സക്സസ് ആയില്ലെങ്കിൽ ഇതല്ല പോക്കുകൊണ്ട്. ഗായ്സ്, എങ്ങനെയുണ്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? അങ്ങനെ കൊറേ സാധനം വിറ്റ് പോയിരിക്കാണ്. നമ്മൾ അതെ അതെ, ടീച്ചേഴ്സ് ഒക്കെ നല്ല സാധനം വാങ്ങിച്ച എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത പണിപ്പുരയിലാണ് ഗായ്സ്. ഇത് 3ാമത്തെ വട്ടമാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. യെസ്, എല്ലാ ഐറ്റംസും നല്ല പോളിംഗ് ആണ്. ഇവിടെ നമ്മുടെ റേസ് ഉണ്ട്. നമ്മുടെ റേസ് ഇവിടെ പാനിപ്പൂരി ഉണ്ടാക്കുകയാണ്. റേസാ പാനിപ്പൂരിയാണ്. റേസ് ഫുൾ തിരക്കാണ്, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ഫുഡാണ്. താങ്ക് യു ദിയ. ഗൈസ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. നമ്മൾ കുറച്ച് ബിസിയാണ്. ഞാൻ എന്തായാലും വൈകാണ്ട് വെൽക്കം ബാക്ക്. ബൈ. അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. താങ്ക്സ് ടു ഫർവീൻ. എനിക്കെല്ലാം ട്രൈ ചെയ്യാൻ പറ്റി. ആൻഡ് എല്ലാം ഭയങ്കര ടേസ്റ്റിയാണ്, ടെൻഡറാണ്, ജ്യൂസിയാണ്. ഓക്കെ, മുകളിലാണ് നമ്മുടെ ക്ലാസ്സിന്റെ സെറിബ്രോ പരിപാടി. നമ്മൾ ഇനി അങ്ങോട്ട് പോയിട്ട് എന്താ അവസ്ഥ നോക്കാം. ഇതുവരെ ബിസി ആവണം, ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല. ആരിട്ട് പോകും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് വരുന്നതായിരിക്കും. വേറൊരു പ്രത്യേകത 25 ടീമാണ് വന്നത്. നമ്മള് 2 വിചാരിച്ചിരുന്നത്. പക്ഷെ 2-ന്ന് 12 12-ന്ന് 25 ഗൈസ്. ഞങ്ങളുടെ പരിപാടി സക്സസ് ആക്കി. നമുക്ക് മേലെ പോയിട്ട് സെലിബ്രോ എന്ന എന്റെ ലെവൽ എന്ന് വെച്ചാൽ അവസാനത്തെ ആൾക്കാരെ കൊല്ലാനുള്ള ലെവൽ. ഓക്കെ, ഫസ്റ്റ് ലെവൽ എവിടെയാണ്? എല്ലാവർക്കും ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ നിലവിലെ പ്ലേയേഴ്സ് 8 പേരാ സെലക്ട് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. ശ്രീഷ്മ മാറു. ഓക്കെ, ഫസ്റ്റ് ലെവൽ എവിടെയാണ്? ഫസ്റ്റ് ലെവൽ കഴിഞ്ഞ് നമ്മുടെ ഇതായിരുന്നു ക്വിസല്ലായിരുന്നു. ഇനി അടുത്ത നമ്മുടെ ഫൺ ഗെയിമിന്റെ അപ്പൊ ലെവൽസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ക്വിസാണ്. ഫൺ ഗെയിംസ്. 3rd ലെവൽ പസിൽസ്, 4th ലെവൽ ഡീബഗിങ്, ഫൈനൽ ലെവൽ നമുക്ക് ഇച്ചിരി ഹിസ്റ്ററിയാണ്, ഒരു എസ്കേപ്പ് റൂം. ഓക്കെ ഗൈസ്, എല്ലാവരും ഫൺ ഗെയിംസിന് വേണ്ടിയിട്ട്
എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ്. എന്താ ഹരികൃഷ്ണൻ പറയാനുള്ളേ? നമ്മൾ തീർത്തിരിക്കും. ബാക്കിയുള്ളത് എംസിഎക്കാർക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ഇല്ല, 5 രൂപയ്ക്ക്. 5 രൂപ 2 രൂപ അങ്ങനെ നമ്മൾ കുറച്ചുകൊണ്ട്. ഇതെന്താ ഇത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ ഈ സാധനം. ഇത് 3 ബ്രെഡും സോസും മിക്സ് പിന്നെ മയോണൈസ് എന്താവും എനിക്കറിയില്ല. ഇത് പൊട്ടി ടേസ്റ്റ് ഉണ്ടോ? മയോണൈസ് നടക്കണോ അതില്ലേ ബാത്റൂം അല്ലേ? അപ്പൊ നാളെ അവിടെ തന്നെയാ മൊത്തം. Business was good according to me till now, but all the other expenses should be calculated afterwards. Yeah, very correct. Amita, what do you want to say? How do you do? Just left. Oh my God. She cried. Really? Why you cried? Oh my God. Poor girl. It's okay da. Don't worry. Don't fall in love. Love is pain. Oh. അല്ലാണ്ട് കിട്ടാത്തോണ്ടല്ല. പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ്. ആദർശ് എന്ത് സംഭവിച്ച പറ. അതിനിഗൂഢമായ സാഹചര്യത്തിലൂടെയാണ് കാര്യം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂമിൽ എന്തൊക്കെ തരത്തിലുള്ള അനാശാസ്യമാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ? അയ്യ അത് വേറെയാ. മാറിപ്പോയി. എന്ത് തരത്തിലുള്ള അതും അതാ. കാലാകാലങ്ങളായി പല വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ഇവരാണോ? ഗൈസ് ഫസ്റ്റ് കിട്ടിയ ടീം എന്ന് പറയുന്നത് ഇവരാണ്. നമ്മുടെ എന്താ പറയേണ്ടത് വിവരം കണ്ടപ്പോ എന്റെ മുടി രസല്ലേ ഈ റേസ് ഉപദ്രവിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് അതൊന്നും പറയാൻ കിട്ടില്ല. റേസ് ഒന്നും പറയാത്ത പുച്ഛിച്ചു വിടുക. ഇവിടെ എന്തിനാ എന്റെ കാല് പിടിക്കുന്നത്? സാറില്ല മാത്രമാണ്. ഫുഡ് കോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കോർട്ട് വിചാരിച്ചാലും നമുക്ക് തിരക്കാരണം എവിടെ എന്ത് ചെയ്യണം എന്നുള്ള അന്തം. ഇനിയിപ്പം ഹോസ്റ്റലിൽ പോയി നാളെ രാവിലെ ആകുമ്പോൾ മാത്രമാണ് കണക്കിന് കാര്യം നമ്മളങ്ങനെ നോക്കും. പക്ഷെ ആൾക്കാരുടെ തിരക്കുണ്ടല്ലോ നമ്മളെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര ഒരു പിന്നെ നല്ല സന്തോഷമായി. എടുത്ത് പറയേണ്ടത് ആ പുഡിംഗ് ആയിരുന്നു. ആശിഷിന്റെ അമ്മ സോറി മാറിപ്പോയി. ആശിഷിന്റെ അമ്മ അടിപൊളി പുഡിംഗ് പലവരും എടുത്ത് ചോദിച്ച് വന്നായിരുന്നു. അത് പ്രത്യേകം നമ്മളെല്ലാം വീണ്ടും വീണ്ടും മേടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. തികഞ്ഞിട്ടില്ല. താങ്ക് യു ആശിഷിന്റെ അമ്മയോട്. ദാദാ നമ്മളെ പിള്ളേരെല്ലാം നിൽക്കുന്നുണ്ട്. വലിയ ഇതെല്ലാം ആറ്റിറ്റ്യൂഡിലേക്ക് നിൽക്കുന്നേ ഇല്ലു. കാണാനൊന്നും ഇല്ല. ഒന്നും പറയാനില്ല. നമുക്ക് എന്തെങ്കിലും പറയണ്ടോ? പേര് അജു. എന്താ പറയാനുള്ള ചോദിക്കും? അജുനാണോ പറയാനുള്ളത്? ആറ്റിറ്റ്യൂഡ് ഇടട്ടെ. ഷാരോൺ
കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ തേൻകുയിൽ പാട്ട് വെള്ളിക്കൊലുസിന്റെ കാലച്ച കേൾക്കാൻ കാത്തിരിക്കും എന്റെ ഹൃദയം നിനക്കു മാത്രമായോ സുന്ദരിയേ വാ വെണ്ണിലവേ വാ എൻ ജീവതാളമീ പ്രണയിനിയോ. ഹലോ ഗൈസ്, അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ എന്താ പറയുക, വിചാരിച്ചതിനെക്കാട്ടിലും അപ്പുറത്തായിരുന്നു സംഭവിച്ചതൊക്കെ. അതായത് ഞാൻ വിചാരിച്ച ഒരു 10-20 പേര് എന്നുവെച്ചാൽ 10-20 അല്ല, നമ്മുടെ ക്ലാസ്സിൽ പിള്ളേരും ടീച്ചേഴ്സൊക്കെ വരും, അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ സ്റ്റോളിലേക്ക്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാര്യമൊക്കെ തിരിഞ്ഞ് എത്ര പേരാ വന്നേ. കുറേ പേർക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയേണ്ടത് നമ്മുടെ ആശിഷിൻ്റെ അമ്മ ഉണ്ടാക്കിയ ബ്രെഡ് പുട്ടി. ഈ സംഭവം ചോദിച്ച് ആൾക്കാർ തിരിച്ച് കടയ്ക്ക് വന്നു. അത്രത്തോളം അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളുടെ മെനുവിൽ ഉണ്ടായിരുന്നില്ല. അവൻ സ്പെഷ്യലായിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് വെച്ച് നല്ല അടിപൊളിയായിരുന്നു. എല്ലാം നല്ല കോംപ്ലിമെൻറ്റ് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളതും അതെ, പാനിപ്പൂരി ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ലേസും കുർക്കുറെ ചാട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. അതിലൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ റീൽസിലൊക്കെ കണ്ടൊരു ഇതിലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കട സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ, അപ്പോഴേക്കും കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. എനിക്കിത് പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്ന സമയത്ത് ഇത് എന്ത് ചെയ്യേണ്ട അറിയില്ല. ഇവർക്ക് കൊടുക്കണോ, സെറ്റ് ചെയ്ത് വയ്ക്കണോ, ആട്ടുപാടെ. പിന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങനെയൊക്കെ എല്ലാം കൂടി സെറ്റായി വന്നു. അപ്പോൾ ആ സമയത്ത് ഈ ലേസ് എടുത്ത് കൊടുക്കേണ്ട കാര്യത്തിൽ പെട്ടെന്ന് അപ്പോൾ ഞാൻ ലേസ് ഇതെന്ത് ഇടേണ്ടതെന്ന് അറിയില്ല. ഉള്ളി തക്കാളി ഇടാം, പിന്നെ എന്തൊക്കെ ഇടുക ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ കണ്ടൊരു ഓർമ്മയിൽ ഞാനും റേസും വേറെ കെവിനും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഉള്ളി, കുറച്ച് തക്കാളി, മല്ലിയില, ചാറ്റ് മസാല, ഉപ്പ്, കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് പൊരി ഉണ്ടായിരുന്നു. ഇതൊക്കെ പാടി ഇട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തു. പക്ഷേ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അത് പിന്നെയും ചോദിക്കണ്ട. അതെനിക്ക് ഭയങ്കര വണ്ടർ അടിച്ചൊരു കാര്യം. കാരണം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ടേസ്റ്റ് അറിയില്ല. ഞാൻ ആ സാധനം ടേസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അത് വേറെ കഥ. അതെനിക്കൊരു വണ്ടർ അടിച്ച കാര്യം. പിന്നെ എനിക്ക് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാരുടെ എണ്ണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ നിന്ന് ഇവിടെ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഇത്രയും പേര് കടയിൽ വന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ മൈൻഡിൽ ഇത്ര അവിടെ കട ഇടുന്നു ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ പല ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഓക്കെ, പിന്നെന്താ പറയുക, എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. നാളെ നമ്മളോട് സ്റ്റോർ ഇടുമെന്നൊക്കെ ചോദിച്ചിട്ടോ. പക്ഷേ നമുക്കിപ്പോൾ അത് പറ്റുള്ള എനിക്ക് ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഫണ്ടായാലും അതുപോലെ തന്നെ ടൈം ആയാലും എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളായാലും ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാളെ ഇപ്പോൾ പെട്ടെന്ന് ഇടാറിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് അതിപ്പോൾ പറ്റില്ല. എങ്കിൽ പോലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടുപോയത് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ 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 സന്തോഷം. ഓക്കെ, SNGCയിലെ പിള്ളേരുടെ കാണുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഗൈസ്. ലൈക്ക് നിങ്ങൾ വന്ന് വായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കടന്ന് പൂട്ടിപ്പോയേനെ. അപ്പോൾ എന്തായാലും പിന്നെ ടീച്ചേഴ്സ്, നമ്മുടെ തന്നെ ടീച്ചേഴ്സ് കുറേ വാങ്ങിച്ചു. അവർ തന്നെ ഒരു 100-600 രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്താ പറയുക, ഞാൻ വിചാരിച്ചതിന് വളരെ അപ്പുറമായിരുന്നു കാര്യങ്ങൾ. പിന്നെ അടുത്തത് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രോ നമ്മുടെ ഫ്ലോറിൽ 3rd ഫ്ലോറിൽ ഹാപ്പൻ ചെയ്തത്. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. ഈ തിരക്കിൽ നമ്മളാരും ഫുഡ് കമ്മിറ്റിയിട്ട് ആരും അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് നമ്മൾ പോയി കണ്ടു തോന്നുന്നു. ബാക്കി ഇങ്ങനെ പറഞ്ഞറിയാം ചെയ്തേ. അത് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലുണ്ടാവും. നമ്മുടെ യൂസിത്തെ കുറച്ച് 2 പിള്ളേരാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അപ്പോൾ അത് കാണാൻ പറ്റിയിട്ടില്ല. അത് ഇന്നലെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ഞാൻ അതിലത്തെ വീഡിയോസൊക്കെ കിട്ടുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ പറയാനുള്ള മെയിനായിട്ട് കൂടെ നിന്ന ഫ്രണ്ട്സ്. അതിൽ ആദ്യം ഞാൻ റേസ് പറയട്ടെ. കാരണം പാവം എൻ്റെ വായിക്കത്ത് കുറേ കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരും അതെ അതുമായിട്ട് സെറ്റായി. പക്ഷെ ഞാനില്ല ടെൻഷനായി വായിത്തോണ്ട് എന്തൊക്കെയോ കാഴ്ചകൊണ്ടിരിക്കും ഞാൻ. പക്ഷെ അവരതൊക്കെ ഹാൻഡിൽ ചെയ്ത് കുഴപ്പമില്ല, ടെൻഷൻ ആവേണ്ട, സെറ്റാക്കാൻ എന്നൊക്കെ നമ്മുടെ കൂടെ നിന്ന ഫ്രണ്ട്സ് ഉണ്ട്. കെവിന്, നമ്മുടെ ആശിഷ്, കിരൺ, അനന്തു, റീസ പറഞ്ഞല്ല, പിന്നെ അഞ്ജലി, ഫസ്ന, അതേപോലെ തന്നെ ആതിര, ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ സഹായിക്കും, ചോദിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് വന്ന് കുറേ പേര്. ഞാൻ പേര് ശ്രീഷ്മ പിന്നെ ഓൾ ഇൻ ഓൾ ആണല്ലോ. അവളാണ് എല്ലാം ചോദിച്ചപ്പോൾ ആദ്യം സെറ്റാക്കൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി വിജയകരമായി അവസാനിപ്പിക്കാൻ കൂട്ടുനിന്ന എല്ലാ ഫ്രണ്ട്സിനും, ടീച്ചേഴ്സിനും, പിന്നെ എൻ്റെ കുറച്ച് സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ അടുത്ത് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അത് ഞാൻ പറഞ്ഞു വരുന്നത്. നാളെയും മറ്റൊന്നും നമുക്ക് പരിപാടി ഉണ്ട്. ഞാനത് ഷോർട്സാക്കി ഇടാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഫോണിൽ ഒട്ടും ഇപ്പോൾ സ്റ്റോറേജ് എല്ലാം സ്റ്റക്കായിട്ടും അതുപോലെ ഓഫായിക്കൊണ്ടിരിക്കുകയാണ് ഫോണ്. ലൈക്ക് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും
കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് വീണ്ടും ഞാൻ പറയാണ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ എം ഗോയിങ് ടു എൻഡ് ദിസ് വ്ളോഗ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്ത് വിടുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബൈ. നെക്സ്റ്റ് ഇതേപോലെ ഒരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അൺടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ, ബൈ.